की नजरों ने समझा प्यार के काबिल मुझे दिल की ഏവർക്കും നമസ്കാരം. എന്നോടൊപ്പം ഇരിക്കുന്നത് നമ്മുടെ ഗംഗക്കുട്ടി. ഹരിപ്പാട്, എൻ്റെ സ്വന്തം നാട്ടിൽ വന്നു ഹരിപ്പാട് മഹാക്ഷേത്രമായ ഹരിപ്പാടിലെ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞങ്ങൾ കുറേ ചാറ്റ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. എല്ലാവരും ഒന്ന് കാണണം, മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സപ്പോർട്ട് ചെയ്യണം, ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. നമസ്കാരം മോളെ. നമസ്കാരം. ഇത് ഇന്ന് ഹരിപ്പാട്ടേക്ക് സ്വാഗതം. താങ്ക് യു. ഇന്നലെ എവിടെയായിരുന്നു പരിപാടി? ഇന്നലെ നാഗർകോയിൽ. അതിനു മുമ്പ് ഭരണങ്ങാനം അല്ലേ? അപ്പൊ എങ്ങനെ സ്കൂളൊക്കെ കാണാറുണ്ടോ? ഇപ്പൊ വെക്കേഷൻ അല്ലേ? എക്സാമിന് പോയി. അത് കാലം പാസ്സായി. പിന്നെ മോള് ഇപ്പൊ പുതിയ പാട്ടൊക്കെ ഇന്ന് പഠിച്ചിട്ടുണ്ടോ? ഇന്നത്തെ പ്രോഗ്രാം ഉണ്ടല്ലേ? പിന്നെ പിന്നെ മോളെ ആദ്യ ഗുരു ആരായിരുന്നു? രാധിക ടീച്ചർ. രാധിക ഗുരുവായൂരല്ലേ? ഗുരുവായൂര് ആദ്യം വായിച്ച കീർത്തനം ഉണ്ടോ മോളെ? അറിയോ? ഞാൻ സ്വരജതി സാറിന്റെ അടുത്ത് ആദ്യം പഠിച്ചത്. അത് ഭൈരവി. പിന്നെ ആരൊക്കെ കൂട്ടുകാരെ വിളിക്കാറുണ്ടോ? ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ആണോ? മെസ്സേജ് ഒക്കെ അയക്കും അല്ലേ? എന്നാലും ഇപ്പൊ കൂട്ടുകാരെയൊക്കെ ഈ വെക്കേഷനൊക്കെ കളിക്കേണ്ട സമയം ഇങ്ങനെ സ്റ്റേജുകളിലല്ലേ? ഇനിയിപ്പം ചെന്ന് കഴിഞ്ഞാൽ കളിയും കുറെ കാര്യങ്ങളൊക്കെ ഇനി കുറെ സീസണൊക്കെ തീരുമ്പോ അല്ലേ? ഗംഗയുടെ അമ്മ പേര് കൃഷ്ണവേണി, നാട് ഗുരുവായൂര്. ഇപ്പൊ ഈ ഗുരുവായൂർ അമ്പലത്തിനടുത്തായിരുന്നോ? അപ്പൊ എങ്ങനെ നിങ്ങൾ ഈ മോടെ ഈ ടാലന്റ് എങ്ങനെ മനസ്സിലാക്കിയിട്ട്? അവളായിട്ട് തന്നെയാണ് പഠിക്കാനെന്ന് പറഞ്ഞു വന്നപ്പോ ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിലാണെങ്കിലും അച്ഛൻ പാടും. എല്ലാരും പാടുന്ന ഒരു ഇതാണ്. ഞങ്ങളുടെ കസിൻസ് ഒക്കെ ഉണ്ട്. എല്ലാവരും മ്യൂസിക് ആയിട്ട് സംഗീത കുടുംബം ഇവിടെ മക്കളും എല്ലാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇവിടെ പഠിക്കണം എന്ന് പറഞ്ഞാൽ എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് തന്നെ ഉണ്ടാക്കി. ഉണ്ടാക്കുമ്പോ എനിക്ക് പഠിക്കാന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിലൊക്കെ പഠിക്കാന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ. അല്ല, അന്നേരം ഈ ശാസ്ത്രീയ സംഗീതമാണോ അതോ പോയതല്ലേ? അപ്പൊ ആദ്യ ഗുരു അവിടെ ഗുരുവായൂർ രാധിക ടീച്ചർ അടുത്ത് തന്നെ ക്ലാസ്സിനായിട്ട് ആദ്യം പോയത്. അതിന് മുന്നേ എന്റെ ഫ്രണ്ട് ഉണ്ട്, അവൻ പഠിപ്പിച്ചിട്ടുണ്ട് ഫസ്റ്റ്. ഉണ്ടല്ലേ? അപ്പൊ എത്ര വയസ്സിലായിരിക്കും അത് ആക്ച്വലി? 4 വയസ്സൊക്കെ. ശരി. പിന്നെ അവിടുന്ന് ഒരു ടീച്ചർ കൊറോണ ടൈമിലാണ് ക്ലാസ് നിർത്തിയത്. അപ്പൊ ഒരു 6 മാസം ടീച്ചറെ അടുത്ത് പോയി. അതിനുശേഷം പിന്നെ ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണോ? പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗുരുവായൂര്, ക്യാമറമാൻ. അപ്പൊ അവരാണ് പറഞ്ഞത്, നമ്പർ എനിക്ക് തന്നത്, പ്രതീക്ഷ വരും. അപ്പൊ അങ്ങനെ വിളിച്ചു ചോദിച്ചിട്ടാണ് അങ്ങനെ ക്ലാസ്സിന് പോകുന്നത്. അപ്പൊ ഇവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സാറിന്റെ പ്രോഗ്രാമുകൾ. അപ്പൊ അതിൽ കർപ്പകമേ എന്നിട്ട് ഒരു സാറ് വായിച്ചിട്ടുണ്ട് ചെമ്പൈ സംഗീതോത്സവത്തിൽ. അത് കണ്ടിട്ട് അത് പഠിക്കാൻ പോകണമെന്നിട്ടാണ് നല്ലൂർ സാറിലേക്ക് പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ കീർത്തനങ്ങളിൽ ഏതാ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കീർത്തനം ഏതാ വായിച്ചത്? നഗുമോ അല്ലേ? അത് വളരെ അല്ലേ മോളെ പ്രശസ്തിയാക്കിയ ഒരു കീർത്തനം അല്ലേ?
ഇനി മോളടുത്ത് ചില ചോദ്യങ്ങൾ ചോദിക്കുക. അച്ഛനെയാണോ ഇഷ്ടം, അമ്മയാണോ കൂടുതൽ ഇഷ്ടം? ഇപ്പൊ പറയാൻ രണ്ടുപേരും, അത് പറയരുത്. രണ്ടുപേരും അത് കൊള്ളാം. ആരെ കൂടുതൽ ഇഷ്ടം? കൂടുതൽ ഇഷ്ടം അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. അത് ചോദിക്കുന്നത് ബുദ്ധിമുട്ടിക്കുന്നില്ല. ചോക്ലേറ്റിൽ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഡയറി മിൽക്കും അല്ല ഫെററോ റോഷറും. അന്ന് പറഞ്ഞു ഡയറി മിൽക്ക് മതി എന്ന് പറഞ്ഞാ ചോദിച്ചു. ഡയറി മിൽക്ക് അല്ലേ? അപ്പൊ സ്കൂളിലെ ടീച്ചർമാരൊക്കെ എങ്ങനെയാ നമ്മുടെ ഈ ഇതിലെ ഭയങ്കര സപ്പോർട്ട് ഉണ്ട് അല്ലേ? ക്ലാസ്സിൽ പോയില്ലേലും ഒക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് അവര് ക്ലാസ് ഓൺലൈൻ ക്ലാസ് തരുന്നുണ്ടല്ലേ? പിന്നെ പാട്ട് പാടുമെന്ന് പറഞ്ഞില്ല, അച്ഛൻ പറഞ്ഞു പാട്ട് പാടുന്നു ചെറുതായിട്ട്. ചെറുതായിട്ട് മതി. 2 ലൈൻ പാടിക്കും. आपकी नजरों ने समझा प्यार के काबिल मुझे दिल की धड़कन तेरे जा दिल गई मंजिल मुझे आपकी नजरों ने समझा. കലക്കി. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യണം, നമുക്ക് ഈ ഇതെല്ലാം നമ്മളിലുള്ള കഴിവുകൾ എന്താണെന്ന് വെച്ചാൽ അത് പുറത്തു കൊണ്ടുവരിക. ഇപ്പൊ വയലിൻ ഓക്കെ മാഷുണ്ട്, നല്ലൊരു ഗുരുവിനെ കിട്ടി. ഗുരുവിനെ കുറിച്ച് എന്തോ മോടെ അഭിപ്രായം? സാറിനെ കുറിച്ച് ഇത്തിരി പേടിയൊക്കെ ഉണ്ടല്ലേ? പേടിയല്ല, ചീറ്റൊന്നും പറയില്ല. നല്ല സപ്പോർട്ടല്ലേ മാഷുള്ളതുകൊണ്ടല്ലേ നോക്കി ഈ ലെവലത് അല്ലേ? ഒരിക്കലും അല്ലേ, അത് എല്ലാവരും സമൂഹം വരെ സമ്മതിച്ചൊരു കാര്യമാണ്. അപ്പോൾ അത് മോളൊരു ഭാഗ്യം, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം അല്ലേ, മൂകാംബിക ദേവിയുടെ ഒരു അനുഗ്രഹം അല്ലേ? ഓക്കെ. അപ്പം വേറൊരു 2 ലൈൻ കൂടെ പാടാം. ഈ പാട്ട് മോള് കണിച്ചുകുളങ്ങര വായിച്ച് ഇതല്ലായിരുന്നോ? ഞാൻ വായിച്ചിട്ടില്ല. അല്ല, ഒരു ഹിന്ദി പാട്ട് വായിച്ചില്ലേ കണിച്ചുകുളങ്ങര വെച്ച്? അത് സാറായിരിക്കും. മോള് വായിച്ചില്ലായിരുന്നോ? ഇല്ലായിരുന്നു. അപ്പം ഇന്ന് ഹിന്ദി വല്ലതും സോളോ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇല്ല. അപ്പം അടുത്ത പരിപാടി നമുക്ക് ഒരു പാട്ടോട് പാടരുത്, മലയാളം എന്തെങ്കിലും. ഈ കണി കാണുന്ന നേരം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അങ്കിളിൻ്റെ ചാനലിൽ ഇഷ്ടം പോലെ അതിന് സപ്പോർട്ട്. എനിക്ക് വന്ന മോളെ കുറിച്ചുള്ള കമൻറ്റ് വായിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം ഇരിക്കേണ്ടി വരും ഇവിടെ. അതുകൊണ്ട് അത് ഇഷ്ടം പോലെ കമൻറ്റ് വരുന്നുണ്ട്. മോൾക്ക് നമ്മുടെ വ്യൂവേഴ്സ് എല്ലാം നല്ല ബ്ലെസ്സിങ്സ് തരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ എല്ലാം പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ചുരുക്കി അങ്ങ് പറയാണ്. അപ്പം മോളുടെ ഇതുകൊണ്ട് നമ്മുടെ അങ്കിളിൻ്റെ ചാനലിൽ നല്ലൊരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം മോക്കും അത് സപ്പോർട്ടാണ്. അപ്പം ഒരു മലയാളം പാട്ട് പാടാം. അപ്പം ഗംഗമോള് അടുത്തൊരു പാട്ട് പാടും. ഏത് പാട്ടാണ് പാടുന്നത്? മലർക്കൊടി പോലെ. ഓക്കെ, ആയിക്കോട്ടെ. മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടി മേലെ മടങ്ങൂ നീ എൻ മടി മേലെ അമ്പിളി നിന്നെ പഴകി അമ്പരം തൂകി ഞാൻ വേഗമായി നിറസന്ധ്യയായി ഞാനാരോ മനെ വിടന്നിലെ കുഴപ്പമില്ല, അതൊക്കെ മതി. എൻ്റെ സാറ് എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് നമ്മുടെ ആ ഒരു പ്രോപ്പറായിട്ടുള്ള ആ ഒരു വേയില് അല്ലേ വന്നത്. ആദ്യം ഈ സ്റ്റേജ് ഷോയിൽ എവിടെയാണ് ആദ്യം? മമ്മിയൂര്. 7 വയസ്സിൽ. അപ്പൊ ഒന്ന് ഒറ്റയ്ക്ക് സോളോ ആണോ വായിച്ചത്? സോളോ. അങ്ങനെയൊക്കെയുള്ള കുട്ടികളുടെ ആ ഒരു കുട്ടികളുടേതല്ല, നവരാത്രി ടൈമിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല അപ്ലൈ ചെയ്തിട്ട് വായിക്കാൻ വായിച്ചത്. മോളത് ഏതാ വായിച്ചത്? ഓർമ്മയുണ്ടോ? ഏതാ വായിച്ച കീർത്തന? ഏതാ? സദാപാലെ. ഓക്കെ, നല്ലൊരു പാട്ടായിരുന്നു. ഇപ്പം ഈ പിന്നെ പ്രോഗ്രാം ഇപ്പം ദിവസവും ഉണ്ടല്ലോ. അപ്പം ഇതിനിടയ്ക്ക് ഇപ്പം ഞാൻ മോടെ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഒരു പ്രോഗ്രാം എടുക്കാൻ വരുമ്പോൾ പുതിയ, ഞാൻ വിചാരിച്ച പഴയ പാട്ടുകളല്ലേ
പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പുതിയ പാട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത് ഇടയ്ക്ക് എവിടെ ചെയ്ത് കുറെ പഠിച്ചു ഓൾറെഡി 10-25 കീർത്തനങ്ങളെ മാക്സ് 30 താഴെയുള്ളൂ കീർത്തനങ്ങളൊക്കെ. അതിങ്ങനെ മാറി മാറി കളിച്ചാൽ കപ്പാസിറ്റി പ്രായത്തിൽ അത്രയൊക്കെ തന്നെയാണ്. അതന്നെ ശരിക്കും ഇവളുടെ ഏജിലൊക്കെ അതൊക്കെ കൂടുതൽ തന്നെയാണ്. ഞാനും പഠിക്കാൻ പോയത് തന്നെയാണ്. എന്താ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ടഫാണ്. എനിക്ക് തീരെ പറ്റാത്തോണ്ട് നിർത്തിയതല്ലേ. പിന്നെ സാറിനെ കുറിച്ച് എന്താ പറയാ, സാർ തന്നെയാണ്, സന്നൂർ സാറാണ് ഇവിടെ കല്യാണിയാക്കിയത്. നമുക്കിപ്പോ സാറിന്റെ അടുത്ത് എത്തിയതിന് ശേഷമാണ് എന്താ പറയാ എല്ലാം. ഇപ്പൊ ഇവൻ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാണെങ്കിലും ഇവിടെ സാറ് പറഞ്ഞാല് നമ്മള് പറയുമ്പോൾ നമുക്കൊരു വിലയില്ല. സാറൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, പേടിയല്ല. സഞ്ജു സാറിന്റെ ചേച്ചി ഒന്നും പറയില്ല, ഒന്നുമില്ല. കളിപ്പിക്കലും തമാശയും മിഠായി കൊടുക്കലും ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കലും ഒക്കെ സാറിനോട് നാക്ക്, പിള്ളേരെ എടുത്താണ് നാക്ക് സാറിനുണ്ടല്ലേ. അപ്പൊ സാറ് ആ രീതിയിൽ തന്നെയാ. അപ്പൊ അതുപോലെ സാറിന്റെ വൈബും അതെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. നമുക്കൊരു കുടുംബത്തിലെ ഒരു അങ്ങനെ തന്നെയാണ് ഇപ്പൊ. അത് കൂടി നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം പരിചയമില്ലാത്തതിന്റെ ഒരു അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിട്ടേ ഇല്ല ഇവിടെ. അതാണ് ഇവൾക്കാണെങ്കിൽ ഒറ്റ ക്ലാസ് മിസ് ചെയ്തിട്ടില്ല. പിന്നെ എന്റേതായ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ക്ലാസ് മുടങ്ങാന്നല്ലാതെ ഇവൾക്ക് മടിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയല്ല ഒറ്റ ക്ലാസ് തുടങ്ങിയില്ല. പോവാതിരിക്കുമ്പോഴാണ് പ്രശ്നം. അത്ര ഇഷ്ടം ക്ലാസ്സിൽ പോകാൻ. അങ്ങനെ വളരെ റെയറാണ് മുടങ്ങിയിട്ടുള്ള ക്ലാസ് ഒക്കെ. വളരെ ഒരു ഇത്രയും കടയില് ഒരു 5 ക്ലാസ്സിലും കൂടുതൽ കുറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അത്രയും താല്പര്യമുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. അതാണ് അതുകൊണ്ടായി അതൊക്കെയാണ് ഒരു ഇത്. അവർക്ക് ഇത്രയും ഇഷ്ടം കൊണ്ടായിരിക്കും ഒരിക്കലും ഇങ്ങനെ എത്തില്ല. പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ സാറ് ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു, രാവിലെ 5:30 എഴുന്നേറ്റ് ഒരു 7 മണി വരെ ഗംഗ വായിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ അന്ന് വായിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അതിനുശേഷം കുറെ കാലം ഞാൻ തന്നെ ഇരിക്കാൻ രാവിലെ ഞാൻ വിളിക്കണം, പക്ഷെ 5:30 വിളിക്കും. അവിടെ എനിക്ക് പ്രാക്ടീസ് ചെയ്യും. അതുപോലെ ഒരു ഗണപതി സ്തുതി, ഒരു കഞ്ചി കാമാക്ഷി പറഞ്ഞിട്ടൊരു ഭൈരവിയിലൊരു ഇതുണ്ട്. അതും എന്നും വായിച്ചിട്ടേ വേറെ എന്തും വായിക്കാവുള്ളൂ. അത് ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല. ശരി. പ്രോഗ്രാമിൽ വരുന്ന ദിവസമാണെങ്കിലും മാക്സിമം ഒഴിവാക്കാറില്ല. അതൊന്നും വായിച്ചിട്ടേ പ്രോഗ്രാമിലും പോകാറുള്ളൂ. അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിലും സാറ് പറഞ്ഞ അതേ ഇത് പ്രോപ്പർ വേറെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞ സാറിനോട് താല്പര്യം കൊണ്ടായിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല, അമ്മയും ചെറുതായിട്ട് പാടുമല്ലേ? ഞാൻ മൂളിപ്പാട്ട് കേട്ട് 2 ലൈൻ പാടിക്കേ. ഒരു ചിരകുമായി വരിക ശലഭമേ, സൂര്യനെ ധ്യാനിക്കുന്നേ പോലെ ഞാൻ കൂട്ടവേ നല്ല പാട്ടാണ്. അപ്പം അമ്മയുടെ കഴിവൊക്കെ അതാണ് മോക്ക്. അച്ഛന് എന്തെങ്കിലും ഇതൊരു ആക്ടിവിറ്റീസ് വല്ലതും ഉണ്ടോ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട്? സപ്പോർട്ടാണ്. അച്ഛൻ എവിടെയാണ്? അച്ഛന്റെ പേര് ശശിധരൻ. ഉയരാണല്ലേ പറ്റത്തില്ല. ശരിയാ. പ്രോഗ്രാം തുടങ്ങിയിട്ടാണെങ്കിൽ അന്ന് തൊട്ടിട്ട് ഞങ്ങളുടെ കൂടെ ജോലിയൊക്കെ ഷോപ്പൊക്കെ അവിടെ ആക്കിയിട്ടാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. സപ്പോർട്ട് തന്നെയാണ്. മക്കള് എത്ര പേരാണ്? എനിക്ക് 2 ഒരു മോനുണ്ട്. മോന്റെ പേരെന്താ? മഹേശ്വരൻ. എവിടെ ഇപ്പൊ? അവൻ +2 കഴിഞ്ഞു. പിന്നെ കോഴിക്കോട് സൈലത്തില്.
അപ്പം ഇപ്പൊ പുള്ളിക്ക് ആർട്ടുമായിട്ടൊന്നും കീബോർഡ് പഠിച്ചിട്ടുണ്ട്. കീബോർഡ് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. എഡിറ്റ് ചെയ്ത് കമ്പ്യൂട്ടറിലാണ്. അങ്ങനെയൊക്കെയുള്ള അവിടെ മോക്കെങ്ങനെ ചേട്ടന്റെ സപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ എങ്ങനെ രണ്ടും എടുത്ത അടിയാണോ? അതെല്ലാടും ഉണ്ടല്ലേ? അത് സാരമല്ലേ. എന്നാലും ഇപ്പൊ ചേട്ടനൊന്നും കാണാനും പറ്റുന്നില്ലല്ലേ, ഇങ്ങനെ പ്രോഗ്രാമിന് പോകുന്നുണ്ടല്ലേ? ആ ഹോസ്റ്റലായോണ്ട് വിളിക്കാറുണ്ടോ ദിവസം? ഓ അവർക്ക് അവിടെ ശരി. പിന്നെ വീട്ടിലെല്ലാവരും അമ്മ, എന്റെ അമ്മ, ഏട്ടൻ, എടുത്തിമ്മ, എന്റെ പിള്ളേരൊക്കെ ഏട്ടനോടെ ഏട്ടനും അനിയനൊക്കെ ഭയങ്കര ശരി നല്ലൊരു സപ്പോർട്ടാണ്. പിന്നെ മോടെ മാഷിന്റെ പേര്? CS അനുരൂപ് സാർ. അദ്ദേഹത്തെ കുറിച്ച് എന്താണ് മോളുടെ ഒരു മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സാറ് അടിപൊളിയായിട്ട് പഠിപ്പിക്കും, ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഒരു ക്ലാസ്സിൽ തന്നെ ഒരു കീർത്തനം പഠിപ്പിച്ചു തരും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സാറിൻ്റെ വൈഫ് അസിത ആൻറ്റിയും ഭയങ്കര സപ്പോർട്ടാണ്. എവിടെ വെച്ചാ ക്ലാസ് ഒക്കെ എടുക്കുന്നത്? തൃശ്ശൂർ വരും. അവിടുന്ന് മലപ്പുറത്തുനിന്ന് മോടെ പ്രോപ്പർ മലപ്പുറത്ത് മോടെ ഗ്രാമത്തിന്റെ പേരെങ്ങനെ? മുളങ്ക്. അവിടെ നിന്ന് ഇവിടെ വരും അല്ലേ? തൃശ്ശൂർ എങ്ങനെ സൺഡേ വരുമോ? സൺഡേ ഒക്കെ വന്ന് പഠിപ്പിച്ചു പോകും. അപ്പം വേറെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? അത് എനിക്കും വേറൊരു ചേച്ചിയും കൂടി ഉണ്ട്, രണ്ടുപേരും കൂടിയിട്ടാണ് പഠിക്കാൻ പോകുന്നല്ലേ? എത്ര മണിക്കൂർ എടുക്കുന്നുണ്ട് ക്ലാസ് ഒക്കെ? ഞായറാഴ്ച ഫുള്ളുണ്ടോ? അല്ലല്ല, സാറ് പറ്റുന്ന ടൈം വിളിച്ചു പറയാം അല്ലേ? അപ്പൊ ഇപ്പൊ ഈ ഇടയ്ക്ക് ഈ പ്രോഗ്രാം ഇപ്പൊ മോളിപ്പോ തുടങ്ങിട്ടൊരു 8 മാസം അല്ലേ? 7 മാസം 8 മാസം അല്ലല്ല, 3 മാസമായിട്ടുള്ളൂ. അല്ല, ഈ ഒരു സീസൺ 5-6 മാസമായല്ലേ? ഈ സീസണിൽ എത്ര പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്? അത് എനിക്ക് അറിയില്ല. എന്നാലും എൻ്റെ ഒരു കണക്കൂട്ടിലൊരു 100-ന് മേളിലൊക്കെ അല്ലേ? 100-നടുത്ത് ചെയ്തിട്ടുണ്ടല്ലേ? അപ്പം ഏത് സ്റ്റേജിലാണ് മോക്ക് നല്ലൊരു അപ്രീസിയേഷൻ കിട്ടിയ, അല്ലെങ്കിൽ ഒരു അനുഭവം എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നല്ലൊരു അമ്പലം അല്ലെങ്കിൽ ഒരു വേദി എന്തെങ്കിലും തോന്നിയ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ? എല്ലായിടത്തും പറയരുത്, എവിടെങ്കിലും. പിന്നെ എനിക്ക് ഹൈദരാബാദും പിന്നെ സംഗീത പരിഷത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ ആന്ധ്രയിലല്ലേ? ഹൈദരാബാദ്. പിന്നെ വേറെ ഒരു ഉടുപ്പി, അവിടെ ഉടുപ്പി ഗ്രാമോത്സവം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അവിടെയൊക്കെ നല്ലൊരു അല്ലേ, മറ്റു സ്റ്റേറ്റിലൊക്കെ പോകുമ്പോ നമുക്കൊരു സന്തോഷവും അല്ലേ? നല്ല ഓഡിയൻസ് ഒക്കെ ആയിരുന്നു അവിടെ? നല്ല ഓഡിയൻസ് ഒക്കെ ആയിരുന്നു അല്ലേ? ഈ ഭാവിയിൽ എന്തായി തീരാനാ മോടെ ആഗ്രഹം? വയലിനിസ്റ്റ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസിൽ ഞാൻ വേറൊരു കാര്യം അറിഞ്ഞല്ലോ, എന്തോ സയന്റിസ്റ്റ് ആണ്. അത് ഞാനിപ്പോ ക്ലാസ്സിലൊന്നും പോണില്ലല്ലോ. അത് പറയരുത്. നമ്മുടെ ലക്ഷ്യം എന്താണ്? അങ്ങനെ ചൊല്ലില്ലേ, ലക്ഷ്യം സാധൂകരിക്കണമെങ്കിൽ നമ്മുടെ ആഗ്രഹം അല്ലേ അങ്ങനെ വളർത്താൻ. പഠിക്കണം അല്ലേ? അപ്പം പഠിച്ച് അത് നേടണം അല്ല? ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടോണ്ട് ഞാൻ ചോദിച്ചത് കേട്ടോ. എന്നാലും ഒരു എന്തോ ഇന്റർനാഷണൽ, ഇപ്പൊ കേരളത്തിലെ മോളെ അറിയും, അപ്പോൾ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് ഇപ്പം മോള് ചെയ്തേക്കുന്നത് അല്ലേ? അപ്പോൾ അതിലേക്ക് പോകണം.
ഗംഗയുടെ അച്ഛനാണ് ശശിയേട്ടൻ. ശശിയേട്ടൻ ദുബായിലല്ലേ? അതെ. അപ്പൊ മോടെ ഈ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണോ? അതെ അതെ. എന്താ പരിപാടി അവിടെ ദുബായിലൊക്കെ? അവിടെ സ്പെയർ പാർട്സിന്റെ ബിസിനസ് ആണ്. അപ്പം മോക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്, നാട്ടിൽ വന്നതാണ് അല്ലേ? അപ്പോൾ ഇതാണ് ഗംഗയുടെ അച്ഛനും അമ്മയും. ഗംഗയ്ക്ക് അടുത്തൊരു സീസണിൽ വളരെ നല്ല രീതിയിൽ പ്രോഗ്രാം, നല്ല കാലിബർ തെളിയിക്കുന്ന രീതിയിലുള്ള ഇതിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.